Dear students, ഇപ്പോൾ ക്ലാസ് നടന്നുകൊണ്ടിരിക്കുന്ന നമുക്ക് എല്ലാവർക്കും അറിയാം സെക്കൻഡ് ചാപ്റ്ററാണ്. There's a poem written by Catherine Tynan named Any Woman. So, ഫസ്റ്റിൽ നിങ്ങൾ ഓരോ ടോപ്പിക്ക് ടൈറ്റിലും അതാരാണ് എഴുതിയെന്നുള്ളതും വളരെ നിർബന്ധമായിട്ട് നമ്മൾ പഠിച്ചിരിക്കണം. അത് പ്രോസ ആണെങ്കിലും പോയട്രി ആണെങ്കിലും ഷോർട്ട് സ്റ്റോറി ആണെങ്കിലും എല്ലാം തന്നെ. പിന്നെ നമുക്കറിയാം ഏത് എക്സാം ആണെങ്കിലും ലാംഗ്വേജിനെ സംബന്ധിച്ചിടത്തോളം ചോദിക്കുന്ന ഇനീഷ്യൽ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് പ്രോസിൽ നിന്ന് പാസേജ് തരും, താഴെ ക്വസ്റ്റ്യൻ ഉണ്ടാവും. അത് കഴിഞ്ഞ ഉടനെ പോയട്രിയിൽ നിന്ന് സ്റ്റാൻസ കൊടുത്തിട്ട് താഴെ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ഇതാണ് ഒരു ക്വസ്റ്റ്യൻ്റെ കോമൺ പാറ്റേൺ എവറി എക്സാം, വെദർ ഫസ്റ്റ് ടേം, സെക്കൻഡ് ടേം, പബ്ലിക് ഓർ മോഡൽ. സോ അതുകൊണ്ട് തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ ഡിസ്കഷനിലൂടെ നമ്മൾ ഈ പോയട്രിയെക്കുറിച്ച് മാത്രമാണ് ചർച്ച ചെയ്യുന്നത് എന്ന് കരുതരുത്. നമ്മളിവിടെ ഒരു 4 ലൈന് ഫസ്റ്റ് സ്റ്റാൻസ എനി വുമൺ എന്ന് പറയുന്ന പോയത്തിൻ്റെ എടുത്തിരിക്കുകയാണ്. ഇത് വെച്ചുകൊണ്ട് ഇതേ പോയട്രി തന്നെയുള്ള മറ്റ് സ്റ്റാൻസകൾ നിങ്ങൾ സോൾവ് ചെയ്യും. മാത്രമല്ല ഓരോ യൂണിറ്റിലും നമുക്ക് ഓരോ പോയമുണ്ട്. വി ഹാവ് 5 യൂണിറ്റ്സ് ടോട്ടലി, and each unit we have each poem. So you should take this as a generative structure and try to answer the remaining stanza of the poem, second poem. So ഈ ടൈപ്പിലൊരു കോംപ്രിഹെൻസീവ് ക്വസ്റ്റ്യൻ സെക്കൻഡ് ക്വസ്റ്റ്യനായിട്ട് വരുമ്പോൾ നമുക്കറിയാം എന്താണ് നമ്മൾ ചെയ്യേണ്ടത്. വളരെ ഈസി ആയിക്കൊണ്ട് നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയയാണ് ദിസ് ടൈപ്പ് ക്വസ്റ്റ്യൻ. സോ ആദ്യമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, എങ്ങനെയാണ് ഇത്തരം ക്വസ്റ്റ്യൻസുകൾ വരുന്നത്. ആദ്യമായിട്ട് ഇത്തരം ക്വസ്റ്റ്യൻസ് നോർമലി ആയിട്ട് എങ്ങനെയാണ് ചോദിക്കുന്നത്. ഇവിടെ നിങ്ങൾ കാണാം, ആ പോയത്തിലെ ഫസ്റ്റ് 4 ലൈൻസ് ഇവിടെ നിങ്ങൾ കാണാം. ഐ ആം ദ പില്ലേഴ്സ് ഓഫ് ദി ഹൗസ്, ദ കീ സ്റ്റോൺ ഓഫ് ദി ആർച്ച് ആം ഐ, ടേക്ക് മീ അവേ ആൻഡ് റൂഫ് ആൻഡ് വാൾ വുഡ് ഫോൾ ടു റൂയിൻ മീ അറ്റർലി. ഇങ്ങനെ ഏതെങ്കിലും സ്റ്റാൻസ ക്വസ്റ്റ്യൻ പേപ്പറിൽ കൊടുത്തതിന് ശേഷം താഴെ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. നോർമലി ഉള്ള ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണ്? നെയിം ദി പോം ആൻഡ് ദി പോയറ്റ്. സെക്കൻഡ് വൺ, ഐഡൻറ്റിഫൈ ദ ഫിഗർ ഓഫ് സ്പീച്ച് എംപ്ലോയിഡ് ഇൻ ദി ലൈൻസ്. തേർഡ് വൺ, എലാബറേറ്റ് ദി മെസ്സേജ് ഓർ എലാബറേറ്റ് ദി ഐഡിയ കൺവേഡ് ത്രൂ ദി ലൈൻസ്. ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്കറിയാം ഒന്നിൽ നിന്ന് അങ്ങനെ പിടിച്ച് മറ്റേ മൂന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് വരെ എത്തുകയാണ്. വളരെ സിമ്പിളായിട്ട്. ഇപ്പോൾ നെയിം ദി പോയം ആൻഡ് ദി പോയറ്റ്, യു വിൽ ഗെറ്റ് 1 മാർക്സ്. ഐഡൻറ്റിഫൈ ദ ഫിഗർ ഓഫ് സ്പീച്ചസ്, again we get 1 mark. Sometimes if there is more than one figure of speeches, it may be the question, identify the figures of speech. Figures of speech, you will get 2 marks. And then third question, elaborate the message of the lines or idea of the lines. You will get 3 marks. The third question you will get 3 marks. So in order to get to this mark completely, at least you have to write 5 to 6 sentences. It is very easy. Don't worry about this one. And അപ്പോൾ അതിനുള്ള കുറച്ച് ഗൈഡ് ലൈൻസ് നമുക്കറിയാം. What was our stanza? The first stanza of the poem.
I am the pillars of the house, the keystone of the arch am I. Take me away, and roof and wall would fall to ruin me utterly. അപ്പോൾ ഈ തേർഡ് ക്വസ്റ്റ്യൻ എലാബറേറ്റ് ദ മെസ്സേജ് ഓർ ഐഡിയ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഫസ്റ്റിൽ നമ്മൾ ചെയ്യണം, ഒരു മാർക്കല്ല 3 marks ആണ്. സോ ദാറ്റ്സ് വൈ നോർമലി വി ഹാവ് ടു അറ്റൻഡ് ദിസ് വൺ ഫസ്റ്റ് സ്റ്റെപ്പ്. വാട്ട് ആർ there are different steps. The first one is these lines are taken from the poem dash by dash. These lines are taken from the poem dash by dash. For an example, these lines are taken from the poem Any Woman by Catherine Tynan. Then we have to write the theme of the poem, the second sentence, the theme of the poem. It is normally that is given about the author page. After the work, you will get a page that is about the author. From that passage, you will get the theme of the poem. What's the theme of the poem, Any Woman? It presents the all-embracing power of a woman to hold a family together. It is the theme of the poem, Any Woman. ഒരു കുടുംബത്തെ യോജിപ്പിച്ച് കൊണ്ടുപോകാനുള്ള സ്ത്രീയുടെ പവറിനെ പറയുന്ന ഒരു പോയമാണ്, ഡീൽ ചെയ്യുന്നൊരു പോയമാണ് ഇത്, Any Woman. This is the second steps. Then third one is elaborate the idea or elaborate the lines. That is nothing but what is converting the poetic language into prose language. That is at least you have to write the poet says that. ഒരിക്കൽ നിങ്ങൾ തന്നിരിക്കുന്ന പോയറ്റിക് ലൈൻസ് അതുപോലെ തന്നെ അതേ ലെങ്ത്തിൽ ഒരിക്കലും എഴുതിയേക്കാൻ പാടില്ല. അങ്ങനെ ആകുമ്പോൾ നിങ്ങൾ ക്വസ്റ്റ്യൻ തന്നെ എഴുതുക എന്നുള്ളതിൻ്റെ സ്റ്റാൻഡേർഡ് മോശമാണ്, മാർക്ക് കിട്ടുകയുമില്ല. At least you have to write it in a prose language. The poet says that woman is the pillar of the house and like that. So this is the third step, converting the poetic language into prose style. ചിലപ്പോൾ ആലങ്കാരിക പ്രയോഗങ്ങളും ഫിഗറേറ്റീവ് ലാംഗ്വേജ് ഒക്കെ ഉണ്ടാവും. You can convert into normal English or prose language. Then fourth one is comment on language and poetic devices. Comment on language and poetic devices. This poem is written in a simple language and the poet has used many figure of speeches in this poem, especially metaphor. In this case, especially metaphor. I am the pillar of the house, the keystone of the arch. So this is the fourth one. Comment on the language and poetic devices. The poet has used many figures of speech in this poem, especially metaphor and images. So in this case poem, you know, that is ഇവിടെ മെറ്റഫറും ഇമേജ് ഒക്കെ ഒന്നായിട്ട് തന്നെയാണ് വരുന്നത് അല്ലേ. I am the pillar means I am like the pillar of the house. ലൈക്കും ആസും ഇല്ലാത്തത് കൊണ്ട് ഇവിടെ മെറ്റഫറാണ്. പക്ഷേ ഇൻ ഓർഡർ ടു ഷോ ദ ഇമ്പോർട്ടൻസ് ഓഫ് ദ വുമൺ ഇൻ എ ഫാമിലി, പോയറ്റ് ഇവിടെ എന്ത് കൊണ്ടുവന്നിട്ടുണ്ട്, ഒരു വലിയ ആശയം പറയാൻ വേണ്ടിയിട്ട് ചില ഇമേജുകളെയാണ് മുന്നോട്ടിട്ടത്. പില്ലർ നമുക്കറിയാം എല്ലാത്തിനെയും താങ്ങി നിർത്തുന്നു അല്ലേ. ആർച്ച്, കീ സ്റ്റോൺ ഓഫ് ദി ആർച്ച് അല്ലേ. ഒരു ആർച്ചിൻ്റെ കീ സ്റ്റോൺ അത് എടുത്ത് മാറ്റിയാൽ അത് കംപ്ലീറ്റ് കൊളാപ്സ് ആവും. അങ്ങനെ in order to show the important, the prominent role of a lady in a family, woman in a family, the poet presents some images. So I hope you will get the idea about how to answer the third question. What is elaborate the message? What was the first question? Name the poem and the poet. Second one, identify the figure of speech. Third one is elaborate the message. Now we are discussing on what is the third question only. The other question I hope you will get, because there is no need of explanation. Identify the figure of speech. This is the first line. What is metaphor? Name the poem and the poet. You already know what is a poem and the poet. So this one, third question is very important, because it is not only useful here but useful throughout your second year English textbook. By using this style, by using these steps, you can answer any lines of the poem in your +2 textbook. Once more I review that
these lines are taken from the poem Any Woman by Catherine Tynan. Full stop. Second sentence is what is the poem Any Woman presents the all-embracing power of a woman to hold a family together. Full stop. The third sentence is what is elaboration of the line, not only the line. You have to elaborate only the lines. ഒരിക്കലും അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ അവിടെ ചോദിച്ചാൽ നിങ്ങൾ ആ പോയം എനി വുമൺ കംപ്ലീറ്റ് അതിൻ്റെ സമ്മറി എഴുതി വെക്കണ്ട. അതിന് മാർക്ക് കുറയുക ചെയ്യുക. കൂടുന്നതിനനുസരിച്ച് മാർക്ക് കുറയും. കാരണം അത് കാർഡ് അടുക്കി വെടിവെക്കുമ്പോൾ ഒരു സംഭവം. എന്തുകൊണ്ട്? ആ ലൈൻസിൻ്റെ മീനിങ് മാത്രം അറിയാത്തത് കൊണ്ടാണ് അതിൻ്റെ പോയം കംപ്ലീറ്റ് എഴുതിയത് എന്നുള്ള ഒരു ചിന്താഗതിയിലേക്കാണ് അത് വരിക. മനസ്സിലാണ്ടോ? അപ്പോൾ അതുകൊണ്ട് പക്ഷേ ഈ അപ്രീസിയേഷൻ ചോദിച്ചാൽ നിങ്ങൾക്ക് അങ്ങനെ എഴുതാം. പക്ഷേ ടോട്ടലി അപ്രീസിയേഷൻ ആണല്ലോ ചോദിക്കുക. ഇവിടെ ലൈൻസ് എലാബറേറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആ തന്നിരിക്കുന്ന ലൈന് മാത്രം എന്ത് ചെയ്താൽ മതി? എലാബറേറ്റ് ചെയ്യാൻ അറിയോ എന്നുള്ളതാണ്. ഓക്കെ. അപ്പോൾ തേർഡ് സെൻറ്റൻസുമായി. ഫോർത്ത് സെൻറ്റൻസ് കമൻറ്റ് ലാംഗ്വേജ് ആൻഡ് പോയറ്റിക് ഡിവൈസസ് അല്ലേ? അത് ഇനി ടഫ് ലാംഗ്വേജ് ആണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്താം? ദ പോയം ഈസ് റിട്ടൺ ഇൻ സിമ്പിൾ ലാംഗ്വേജ് ഓർ കോൺവെർസേഷണൽ സ്റ്റൈൽ ആൻഡ് പോയറ്റിക് ഡിവൈസ് ഏതൊക്കെയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഇതാണ് ഈ തേർഡ് ക്വസ്റ്റ്യൻ്റെ ആൻസറിങ്ങിൻ്റെ ഒരു രീതി. ഓക്കെ. ദെൻ വാട്ട് ഈസ് അപ്പോൾ എത്ര ഉണ്ടാവും? ഒരു 4 to 5 സെൻറ്റൻസ് എഴുതാം. ഇങ്ങനെയാണ് നമുക്ക് 3 മാർക്ക് കിട്ടുന്നത്. അല്ലാതെയും നമുക്ക് എഴുതാം. എന്ത്? തീം ഓഫ് ദി പോയം ഒന്നും ഇല്ലാതെയും ഐഡിയ മാത്രം എലാബറേറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് എഴുതാം. ഇതിൻ്റെ പോയറ്റിക് ലാംഗ്വേജ് പ്രോസിലേക്ക് ആക്കിക്കൊണ്ട് എഴുതാം. ആരാ എഴുതിയതൊന്നും പറയാതെ ഇതേത് പോയതെന്നൊക്കെ എഴുതാം. പക്ഷേ യു വിൽ ഗെറ്റ് 1 or 1.5 or മാക്സിമം 2 മാർക്സ് കിട്ടുള്ളൂ എന്നാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഇതിപ്പോൾ ഡയറക്റ്റായിട്ട് ഇപ്പോൾ ഒരു അപ്രീസിയേഷൻ ചോദിക്കുകയാണെങ്കിലോ എനി വുമൻ്റെ അവിടെയും നമുക്ക് ഇതിൽ പറയുന്ന സ്റ്റെപ്സുകൾ ഫോളോ ചെയ്യാവുന്നതാണ്. ദീസ് ലൈൻസ് ആർ ടേക്കൺ അല്ലെങ്കിൽ ദി പോയം ഇൻസ്റ്റെഡ് ഓഫ് ദീസ് ലൈൻസ് ആർ ടേക്കൺ എന്നതിന് പകരം നമ്മൾ എഴുതുന്നത് പോയം ഈസ് റിട്ടൺ ബൈ ആളാണ് അല്ലേ? തീം എഴുതണം. അതിലും എഴുതണം. ഏതിലും തീം എഴുതണം? അപ്രീസിയേഷൻ ചോദിച്ചാലും തീം എഴുതണം. പിന്നെ എന്താണ് കൂടുക? പോയത്തിൻ്റെ സമ്മറി കൂടും. പോയത്തിൻ്റെ ലെങ്ത്തിനനുസരിച്ച്, സ്റ്റാൻസിയുടെ വലുപ്പത്തിനനുസരിച്ച്, സ്റ്റാൻസിയുടെ നമ്പറിനനുസരിച്ച് സമ്മറിയും കൂടും എന്നുള്ളതാണ്. എന്ന് വിചാരിച്ച് ലൈൻ ബൈ ലൈൻ ആയിട്ട് സമ്മറി എഴുതുക എന്നുള്ളതല്ല. 1 or 2 പാരഗ്രാഫിൽ സമ്മറി എഴുതുന്നു. ഡിസ്കഷൻ ഓൺ ലാംഗ്വേജ്. ഇതാണ് അപ്രീസിയേഷൻ്റെയും രൂപം. ഫസ്റ്റിൽ എന്ത് പറയുന്നു? ദി പോയം ഈസ് റിട്ടൺ ബൈ ഡാഷ് ആൻഡ് തീം ഓഫ് ദി പോയം. ദെൻ തേർഡ് വൺ സമ്മറി ഓഫ് ദി പോയം. ദെൻ ഫോർത്ത് വൺ ഈസ് വാട്ട് ഈസ് comment on language and poetic devices. This is also the format of a appreciation of the poem. Now ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ തരത്തിൽ ലൈൻസ് ചോദിച്ചിട്ട് കോംപ്രിഹെൻഷന് വേണ്ടി കോംപ്രിഹെൻസീവ് ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ ഒരു 80 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒരു 10 to 15 മാർക്സിന് കോംപ്രിഹെൻസീവായ ക്വസ്റ്റ്യൻ തന്നെ വരും. അത് നോർമലി വരുന്നത് സ്റ്റാർട്ടിങ്ങിലാണ്. അപ്പോൾ നിങ്ങളെ ഓണപ്പരീക്ഷയൊക്കെ അടുത്തത് കൊണ്ട് ഇതിനെക്കുറിച്ചൊരു ഐഡിയ കിട്ടാൻ വേണ്ടി ക്വസ്റ്റ്യൻ പേപ്പർ കാണുമ്പോൾ ഏതൊക്കെ ക്വസ്റ്റ്യനാണ്, ഇതൊക്കെ ടൈപ്പിലാണ് ഇതിൽ വരിക എന്ന് പറയാൻ വേണ്ടിയാണ് ഈ വിഷയങ്ങൾ പറയുന്നത്. ബാക്കിയുള്ള കാര്യങ്ങൾ പിന്നീട് ക്ലാസ് എടുക്കുന്ന സമയത്ത് നമുക്ക് പറയാവുന്നതാണ്. താങ്ക് യു.